ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളുടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. തലശ്ശേരി നഗരസഭയ്ക്ക് ഇനി പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയ്യഴിപ്പുഴയുടെ തീരങ്ങൾക്ക് 50 വയസ്സ്. നോവൽ മലയാള വായന സമൂഹം ഏറ്റെടുത്തെന്ന് മുഖ്യമന്ത്രി. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന EP. വ്യക്തമായ സൂചന കിട്ടിയാൽ പിറകിലുള്ളവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും EP ജയരാജൻ. കർഷകദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത കർഷക സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. ഐക്യദാർഢ്യവുമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ പട്ടികയുടെ വികാര കേന്ദ്രം. ആക്രമണത്തിൽ പരിക്കേറ്റവർ 13-ൽ അധികം യാത്രക്കാർ. റെയിൽവേ സ്റ്റേഷനിൽ ഭീകരത സൃഷ്ടിച്ച തെരുവ് പട്ടികയിൽ പേവിഷബാധ എന്ന് സ്ഥിരീകരണം. കൂടുതൽ നടപടികളിലേക്ക് അധികൃതർ. നിയമ സംവിധാനത്തിൽ ഇടപെട്ട പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി. ഡ്രൈവർ ജിതിനെതിരെയുള്ള നടപടി സിറ്റി പോലീസ് കമ്മീഷണറുടേത്. സാധാരണക്കാർക്കും ലൈസൻസുകൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്ന് ലെൻസ്ഫെഡ്. ഒറ്റത്തവണ നികുതിക്ക് സാവകാശം അനുവദിക്കണമെന്നും ആവശ്യം. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്ത അപമാനകരമെന്ന് MV ഗോവിന്ദൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ. നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് പ്രക്ഷോഭ സമിതി. നോക്കാം വിശദമായ വാർത്തകൾ. തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും ഉൾക്കൊണ്ട് നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2011 കണക്കുകൾ പ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ 47% നഗരജനസംഖ്യ. 2035 അത് 93% എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വ്യാവസായിക മുന്നേറ്റത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുമാകും. ഇതിന്റെ ഭാഗമായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം. സംരംഭങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2011 കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ 47% നഗര ജനസംഖ്യ. 2035 അത് 93% എത്തിച്ചേരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 35 എന്ന് പറഞ്ഞാൽ ഇനി 11 വർഷമേ ഉള്ളൂ. ആ നിലക്ക് നോക്കിയാൽ അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നഗരം എന്ന മട്ടിൽ കേരളത്തെ കണക്കാക്കുന്നവരുണ്ട്. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകളുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥിരം ഗ്രീൻ ഓഡിറ്റ് സമിതികൾ രൂപീകരിച്ചിട്ടും ഗ്രീൻ സർട്ടിഫിക്കേഷൻ നടപ്പാക്കിയിട്ടും പച്ചത്തുരുത്തുകൾ 2000 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചും നാടിനെ ഹരിതാപമാക്കി തീർക്കുകയാണ് ലക്ഷ്യം. സുസ്ഥിര പദ്ധതി വികസന ലക്ഷ്യങ്ങൾ നഗരസഭയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറണം. ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കണം. കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിലും പങ്കാളികളാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രാഗേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടം പണി പൂർത്തീകരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം മുഖ്യമന്ത്രി നിർവഹിച്ചു. എഴുത്തുകാരിയും നഗരസഭാ കൌൺസിലറുമായ P പ്രമീള ടീച്ചറുടെ പുതിയ നോവൽ കാലാന്തരങ്ങൾ പരിപാടിയിൽ പ്രകാശനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ, വൈസ് ചെയർമാൻ MV ജയരാജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ, നഗരസഭാ അംഗം ഫൈസൽ പുനത്തിൽ, തലശ്ശേരി നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, മുൻ ചെയർമാൻ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ കൌൺസിലർമാർ ഒരുക്കിയ തലശ്ശേരിയെക്കുറിച്ചുള്ള സ്വാഗതഗാനം അരങ്ങേറി. മയ്യഴി വിമോചനത്തെ പശ്ചാത്തലമൊരുക്കി M മുകുന്ദൻ എഴുതിയ നോവൽ മലയാള വായന സമൂഹം ഏറ്റെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെറുപ്രായത്തിൽ മാസ്റ്റർ പീസ് എഴുതാനായത് വലിയ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. M മുകുന്ദനെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ 50ാം വാർഷികാഘോഷം മയ്യഴിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീത്വത്തിനോടുള്ള സഹാനുഭൂതി M മുകുന്ദൻ തൻ്റെ കൃതികളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. നോവലുകളെപ്പോലെ ചെറുകഥകളിലും ദുഃഖിതരെ മുകുന്ദൻ വരച്ചു കാട്ടി. പണക്കാരന് വേണ്ടിയാണ് M മുകുന്ദൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കും സാഹിത്യരചന നിർവഹിക്കാനാവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാഹിത്യലോകമാകെ തന്നെയും കാലത്തെ കടന്ന് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉജ്ജ്വലമായ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട
പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാഹിത്യത്തിൽ ആ പോരാട്ടങ്ങൾ അനശ്വരതയാർജിച്ചു എന്ന് പറയാൻ പറ്റുമോ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പോലുള്ളവയെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്കോ നോവലിൽ സാഹിത്യ ചരിത്രം രചിക്കാനാവില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പുതുച്ചേരി MLA രമേശ് പറമ്പത്ത് അധ്യക്ഷനായി. CP അബൂബക്കർ, KP മോഹനൻ, പ്രിയ AS, EP രാജഗോപാലൻ, MV നികേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടെന്ന് EP ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ആദ്യം വന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും പ്രചരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയാം. EP ജയരാജൻ വ്യക്തമാക്കി. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ DC ബുക്സിൻ്റെ ഫേസ് പേജിൽ വന്നില്ലേ, ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വന്നത്? ഞാൻ അറിയാതെ. അപ്പോൾ ഇത് ഒരു ബോധപൂർവമായിട്ടുള്ള നടപടിയല്ലേ എന്ന് മാത്രമല്ല, അവർ PDF മാറ്റിലല്ലേ വാട്സാപ്പിൽ കൊടുത്തത്. സാധാരണഗതിയിൽ ഒരു പ്രസാധകർ ചെയ്യാൻ പാടില്ലാത്തതാണത്. കാരണം അതിൻ്റെ പ്രചരണം വാട്സാപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കോപ്പികളുടെ വിൽപ്പന കുറഞ്ഞു വരില്ലേ. ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ, പ്രസാധക പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇത്തരമൊരു നടപടി സ്വീകരിക്കുമോ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത്തരമൊരു വാർത്ത ലളിതമായി വരുമോ എന്ന് EP ചോദിക്കുന്നു. പാർട്ടിക്ക് അകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. ജാവേദ്കറുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതും ഇത്തരത്തിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരായി ഫലമുണ്ടാക്കി. അതുവഴി എന്നെ പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും ആക്രമിക്കുക എന്നത് ആസൂത്രിതമായ പദ്ധതിയാണ് അന്ന് നടപ്പാക്കിയത്. അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോഴുണ്ടായത് എന്ന് EP വിശദമാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത കർഷക സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസ മിനിമം വേതനം 25,000 രൂപയാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രക്ഷോഭം. നമുക്കറിയാം, സൂര്യനെ ശ്രമിക്കാത്ത രാജ്യത്തോട് നമ്മൾ നിരായുധരായി നിന്നുകൊണ്ട് ദീർഘകാലം സമരം ചെയ്ത് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കറിയാം. 1947 മുൻപ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചപ്പോൾ പോലും തൊഴിലാളികളെ അവരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇന്ത്യൻ പാർലമെന്റിൽ 44ഓളം തൊഴിൽ നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കാൻ, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ട ഭരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള മാറി മാറി വന്ന ഗവൺമെന്റുകളെ കുറിച്ച് നമുക്കറിയാം. രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർക്കുന്ന നയങ്ങളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് N ചന്ദ്രൻ പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ KP സഹദേവൻ, CP മുരളി, MA കരീം, K മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GATE ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ ഇവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GATD ക്ലാസുകൾ കൊടുക്കുന്നത്. പിന്നെ GATD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പേപ്പട്ടി കടിച്ച് 13ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകുന്നേരം 4:30 റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെയും ടിക്കറ്റ് കൗണ്ടറുകളിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരെയും പേപ്പട്ടി ഓടിച്ച് കടിച്ചത്. കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഭീകരത സൃഷ്ടിച്ച പേപ്പട്ടിയെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് തെരഞ്ഞു പോയപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തി. പേപ്പട്ടിയുടെ കടിയേറ്റവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടും. ഇതിൽ 7 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ തെരുവുനായ ആക്രമിച്ചിരുന്നു. വൈകിട്ടാണ് വ്യാപകമായ ഭീകരത അഴിച്ചുവിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് യാത്രക്കാരനായ രഘുത്തമൻ പറഞ്ഞു. 3:30 വന്ദേ ഭാരതിന് പോകാൻ വന്ന് കുറേ യാത്രക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആദ്യം കടിച്ചു എടുത്ത് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ആൾക്കാരുണ്ട്. മൊത്തം 13 പേരുണ്ട്. 13-ലധികം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരണം. റെയിൽവേ അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ തെരുവ് നായകളെ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയാൽ ഓടിച്ചു വിടാറുണ്ടെന്ന് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിന് സമീപം ചത്ത നിലയിൽ കണ്ടെത്തിയ നായയുടെ പോസ്റ്റ്മോർട്ടം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നും നടത്തിയപ്പോഴാണ് തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് വ്യക്തമായത്. ബുധനാഴ്ച ഉച്ച മുതലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ 7 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. ആദ്യം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിയോടെ പേപ്പട്ടി പരക്കെ യാത്രക്കാരെ ഓടിച്ചു കടിച്ച് പരിക്കേൽപ്പിച്ചു. ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്ന യാത്രക്കാർക്കും കടിയേറ്റു. യാത്രക്കാരിൽ മിക്കവർക്കും കൈകാലുകൾക്കാണ് കടിയേറ്റത്. പലരുടെയും കാലുകളിലെ ഇറച്ചി കടിച്ചെടുത്തു. ഒടുവിൽ റെയിൽവേ പോലീസും പോർട്ടർമാരും പോലീസും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് വടിയും കല്ലും ഉപയോഗിച്ച് നായിയെ തല്ലിക്കൊല്ലുകയായിരുന്നു. കടിയേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പെടുത്തിയിരുന്നു. ഇതിൽ 7 പേർക്കാണ് സാരമായി പരിക്കേറ്റത്. കടിച്ചത് പേപ്പട്ടിയാണെന്ന് അറിഞ്ഞതോടെ യാത്രക്കാർ ഭീതിയിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിയുന്ന 100ഓളം തെരുവുനായ്ക്കളുണ്ടെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രൂക്ഷമായ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ കണ്ണൂർ റെയിൽവേ ലോഞ്ചിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വകുപ്പ് മേധാവികളുടെയും യോഗത്തിൽ തീരുമാനം. പേവിഷബാധയേറ്റ് സംശയിക്കുന്ന പട്ടികൾക്ക് വാക്സിനേഷനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പ്ലാറ്റ്ഫോമിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന് കണ്ണൂർ റെയിൽവേ അധികൃതർ നിർദ്ദേശിച്ചു. റെയിൽവേ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു എളിയാവൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള, അസിസ്റ്റന്റ് ഡിവിഷൻ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ, സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ, പാലക്കാട് ഡിവിഷൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് DC, RPF ഇൻസ്പെക്ടർ വർഗീസ്, കണ്ണൂർ റെയിൽവേ മാനേജർ സജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. പ്ലാറ്റ്ഫോമിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന് കണ്ണൂർ റെയിൽവേ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർപ്പിക്കാൻ ഇടമില്ലാത്തതിനാൽ പിടികൂടുന്ന നായ്ക്കളെ എന്ത് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വീണ്ടും യോഗം ചേരും. ഇന്ന് വൈകിട്ട് കോർപ്പറേഷനിലും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം മേയർ മുസ്ലിഹ് മഠത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കണ്ണൂരിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ നിയമ സംവിധാനത്തിൽ ഇടപെട്ട പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി. വകുപ്പുതല അന്വേഷണത്തിനെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഡ്രൈവർ ജിതിൻ ശ്യാമിനെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മോചിപ്പിക്കാൻ അന്യായമായി ഇടപെട്ടു എന്നതാണ് കേസ്. ജിതിൻ ശ്യാമിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസ് സ്റ്റേഷൻ ഉപരോധ സമരത്തിനിടെ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അനുമതിയില്ലാതെ മോചിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ ജിതിൻ ശ്യാമിനെയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 6 യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് ബസ്സിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനായി സ്റ്റേഷനടുത്ത് ബസ് നിർത്തിയിട്ട സമയത്താണ് പോലീസ് വാഹനത്തിന്റെ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി ജിതിൻ ശ്യാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അഖിലിനെ മോചിപ്പിച്ച സംഭവം നടന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ സ്റ്റേഷനിലേക്ക് മാറ്റവേ കൂടെയുണ്ടായിരുന്ന മറ്റ് പോലീസുകാരോട് ഇയാൾക്ക് സംഘർഷത്തിൽ പങ്കില്ലെന്നും വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റ് പോലീസുകാരുടെ എതിർപ്പിനിടെ അഖിലിന് മോചിതനാവാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ബസ്സിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു.
കേസ്മാർട്ട് കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കും ലൈസൻസികൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നും കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒറ്റത്തവണ നികുതിക്ക് സാവകാശം അനുവദിക്കണമെന്നും ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ജില്ലാ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെയെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയങ്ങളുണ്ട് എന്നാണ് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. തീർച്ചയായിട്ടും സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഈ നമ്മുടെ ടാക്സ് ഇപ്പോ നിർമ്മാണ ക്ഷേമനിധിക്ക് വേണ്ടി ഈടാക്കുന്ന ടാക്സ് പലപ്പോഴും പലരെയും സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒറ്റയടിക്ക് അത് നൽകേണ്ടി വരുന്നത് അതൊരു ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലാക്കിയാൽ നല്ലതാണ് എന്നെല്ലാമുള്ള അഭിപ്രായം അദ്ദേഹം പറയണ്ടായി. ജില്ലാ പ്രസിഡന്റ് കെ വി പ്രസീജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ സംസ്ഥാനതല റിപ്പോർട്ടും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മധുസൂദനൻ സംസ്ഥാന ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VC ജഗത് പ്യാരി ജില്ലാ റിപ്പോർട്ടും ട്രഷറർ പോള ചന്ദ്രൻ സാമ്പത്തിക റിപ്പോർട്ടും ബിനു ജോർജ് ജില്ലാതല ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു. NN ജഗേഷ്, T രാജീവൻ, MP സുബ്രഹ്മണ്യൻ, C ശശിധരൻ, PV ഉണ്ണികൃഷ്ണൻ, K സജിത് കുമാർ, CK പ്രശാന്ത് കുമാർ, CM പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്തയോട് പ്രതികരിച്ച് MV ഗോവിന്ദൻ. സർക്കാർ ജീവനക്കാരിലും കള്ളനാണയങ്ങൾ കാണുമെന്നും അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. തികച്ചും തെറ്റായ നടപടിയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. തെറ്റുകാർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സർക്കാർ കടമെടുത്താണ് പെൻഷൻ നൽകുന്നത്. ഈ സമയം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ പ്രവണത കാണിച്ചത് തികച്ചും തെറ്റായ നടപടിയാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രത്യേക പരിസ്ഥിതി കണക്കെടുത്ത് ഗവൺമെൻറ് ഏർപ്പാട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. സ്വാഭാവികമായിട്ടും ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകൾക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട് 1600 രൂപയാണ് പെൻഷനായിട്ട് നൽകി വരുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുകയും നൽകി വരികയും ചെയ്യുകയാണ്. അതിലാണിപ്പോൾ ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തെറ്റായ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും എന്നിപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ച് പോകുന്നത്. AD നവീൻ ബാബുവിന്റെ മരണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. ഡോക്ടർ ജിൻഡോ ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു. നവീൻ ബാബുവിന്റെ മരണം നടന്ന റൂമിലും വീട്ടിലും നടന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ചില അനുഭവങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു പരിചയപ്പെട്ടതിന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. അത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള, നിരന്തരം പുസ്തകം വായിക്കുന്ന, സമൂഹവുമായിട്ട് അത്രത്തോളം നന്നായിട്ട് ഇടപെടുവാൻ ശേഷിയുള്ള, അത്രത്തോളം നല്ല കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, 33 വർഷത്തെ ഗവൺമെന്റ് സർവീസിൽ അഴിമതിയുടെ ഒരു കറപുരളാത്ത ഒരു മനുഷ്യൻ പെട്ടെന്നുണ്ടായ ഒരു മനോവിഷമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന ഭാര്യയോടും 2 പെൺമക്കളോടും ആ മനുഷ്യന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവില്ലേ? 33 വർഷം ആ മനുഷ്യനോടൊപ്പം തൊട്ടടുത്ത് കസേര വന്നിട്ട് ജോലി ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരോട് ആ മനുഷ്യന്റെ ഭാഗം പറയാനായിട്ട് എന്തെങ്കിലും സത്യമുണ്ടാകുമല്ലോ. ആ സത്യമൊക്കെ എവിടെയായിരിക്കും അദ്ദേഹം കുറിച്ചിട്ടിരിക്കുക? ഇത്രയും പൊതുബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത്തരം സത്യവാചകങ്ങളൊന്നും കുറിച്ചിടാതെ മരണത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല.
ADM നവീൻ ബാബുവിന്റെ മരണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുക, രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ടിനെതിരെ ജനമനസാക്ഷി ഉണരുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തിയത്. പ്രക്ഷോഭ സമിതി ചെയർമാൻ രാജൻ കോരമ്പത്ത് അധ്യക്ഷനായി. കൺവീനർ PT ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. KC ഉമേഷ് ബാബു, ഡോക്ടർ D സുരേന്ദ്രനാഥ്, K സുനിൽകുമാർ, കസ്തൂരിദേവൻ, അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, അഡ്വക്കേറ്റ് വിനോദ് പയ്യട്ട, TP മോഹനൻ, സാദിഖ് ഉളിയിൽ, CA അജീർ, MK ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.